കാട്ടുതീ അണയ്ക്കാൻ എന്തൊക്കെ വേണം? ഹെലികോപ്റ്റർ, ഡ്രോൺ, സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫയർ എഞ്ചിൻ, ഇതായിരിക്കും നമ്മുടെ ഉത്തരം. പക്ഷേ സ്പെയിൻ പറയുന്നത് മറ്റൊന്നാണ്. ഞങ്ങൾക്ക് അതിനേക്കാൾ നല്ല ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട്, കഴുതകൾ. കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നാം, പക്ഷേ ഇന്ന് യൂറോപ്പ് മുഴുവൻ ശ്രദ്ധിക്കുന്നത് ഈ ഡോങ്കി ഫയർ ഫൈറ്റേഴ്സ് പദ്ധതിയെയാണ്. എങ്ങനെ ഒരു സാധാരണ കഴുത കാട്ടുതീ തടയാൻ സഹായിക്കും? എന്തുകൊണ്ടാണ് ലോകം വീണ്ടും നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു രീതിയിലേക്ക് മടങ്ങുന്നത്? ഹെലികോപ്റ്ററുകൾക്കും വലിയ യന്ത്രങ്ങൾക്കും ചെല്ലാൻ പറ്റാത്ത ഭൂപ്രദേശങ്ങളിൽ ഈ കഴുതകൾ എങ്ങനെയാണ് കാട്ടുതീക്ക് തടയിടുന്നത് പരിശോധിക്കാം. കാട്ടുതീ പ്രതിരോധിക്കാൻ ഡ്രോണുകളും സാറ്റലൈറ്റുകളും AI ക്യാമറകളും ഉപയോഗിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ഒരു രാജ്യം തങ്ങളുടെ ഏറ്റവും വലിയ കാട്ടുതീ ഭീഷണിയെ ചെറുക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ മണ്ടന്മാർ എന്ന് വിളിച്ച് കളിയാക്കാറുള്ള കഴുതകളെയാണ്. അതെ, സ്പെയിൻ ഇപ്പോൾ വൻതോതിൽ കാട്ടുതീ തടയാൻ കഴുതപ്പടയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് മൂലം തെക്കൻ യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്പെയിനിൽ വേനൽക്കാലത്ത് കാട്ടുതീ ഉണ്ടാകുന്നത് പതിവാണ്. ആയിരക്കണക്കിന് ഹെക്ടർ വനമാണ് ഓരോ വർഷവും കത്തിച്ചാമ്പലാകുന്നത്. കാട്ടുതീ പടരാൻ പ്രധാന കാരണം വനത്തിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന ഉണങ്ങിയ പുല്ലുകൾ, കാട്ടുപൊന്തകൾ, ചെറിയ മുൾച്ചെടികൾ എന്നിവയാണ്. വേനലിൽ ഇവ ഉണങ്ങി തീപിടിക്കുന്ന ഇന്ധനമായിട്ട് മാറും. ഒരു ചെറിയ തീപ്പൊരി വീണാൽ പോലും കാട് മുഴുവൻ കത്തിയമരും. ഇതിനൊരു പരിഹാരമായിട്ട് സ്പെയിനിലെ പരിസ്ഥിതി പ്രവർത്തകരും LSNO പോലെയുള്ള സംഘടനകളും ചേർന്ന് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് പ്രിവെന്റീവ് ഗ്രേസിംഗ് അല്ലെങ്കിൽ ബയോമോവിംഗ്. അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള സുപ്രധാന കാട്ടുപാതകളിൽ കഴുതകളെ അഴിച്ചുവിടും. അവ ഉണങ്ങിയ ചെടികളും മുള്ളുകളും കാട്ടുപൊന്തകളും വയറു നിറയെ തിന്നു തീർക്കും. അങ്ങനെ തീ പടരാനുള്ള ഫ്യൂവൽ വനത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഉണങ്ങിയ പുല്ല് തിന്നാനാണെങ്കിൽ ആടുകളെയോ പശുക്കളെയോ ഉപയോഗിച്ചാൽ പോരെ, എന്തിന് കഴുതകളെ തന്നെ വേണമെന്ന്? അവിടെയാണ് കഴുതകളുടെ ചില പ്രത്യേകതകൾ എഞ്ചിനീയർമാരെ പോലും ഞെട്ടിക്കുന്നത്. ആദ്യം എന്തും ദഹിപ്പിക്കാനുള്ള, ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ശേഷിയാണ്. ആടുകളും പശുക്കളും മൃദുവായ പുല്ലുകൾ മാത്രമേ തിന്നുകയുള്ളൂ. എന്നാൽ കഴുതകൾ അങ്ങനെയല്ല. മറ്റ് മൃഗങ്ങൾ തൊടാത്ത വള്ളിപ്പടർപ്പുകൾ, കാട്ടുമുള്ളുകൾ, ഉണങ്ങിയ മരത്തോലുകൾ എന്നിവയെല്ലാം കഴുതകൾ ആർത്തിയോടെ തിന്നു തീർക്കും. കഴുതകളുടെ മറ്റൊരു പ്രത്യേകത അവയുടെ ഭാരം. ആടുകളെയോ ചെമ്മരിയാടുകളെയോ ഒക്കെ അപേക്ഷിച്ച് കഴുതകൾക്ക് കൂടുതൽ ഭാരമുണ്ട്. അവ നടക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന ഉണങ്ങിയ ഇലകളും പുല്ലും ചവിട്ടി അമർത്തുന്നു. അതോടെ നിലത്ത് കട്ടയായിട്ട് കിടക്കുന്ന ജ്വലനശേഷിയുള്ള പാളികൾ പൊളിഞ്ഞു പോകുന്നു. ഇതും തീ അതിവേഗം പടരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇനി വലിയ ഹെലികോപ്റ്റേഴ്സിനോ ഫയർ എഞ്ചിൻസിനോ എന്തിനേറെ ആധുനിക യന്ത്രങ്ങൾക്കോ എത്തിപ്പെടാൻ കഴിയാത്ത കുത്തനെയുള്ള മലനിരകളിൽ കഴുതകൾ വളരെ എളുപ്പത്തിൽ കയറി ചെല്ലും. അടുത്തത് ഹൈടെക് ഡ്രോണുകൾക്കോ ബുൾഡോസറുകൾക്കോ ലക്ഷക്കണക്കിന് രൂപയും ഇന്ധനവും വേണം. കഴുതകൾക്ക് 1 രൂപ പോലും ഇന്ധന ചെലവില്ല. യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുല്ല് ചെത്തുമ്പോൾ മണ്ണ് ഇളകിപ്പോകും. എന്നാൽ കഴുതകൾ പുല്ല് മേയുമ്പോൾ വേരുകൾ കേടുവരാതെ സംരക്ഷിക്കപ്പെടുന്നു. ഇത് മണ്ണൊലിപ്പ് തടയും. ഈ പ്രൊജക്ട് കാട്ടുതീ തടയുക എന്ന് മാത്രമല്ല, മറ്റൊരു വലിയ ജീവകാരുണ്യ ദൗത്യം കൂടി നിർവഹിക്കുന്നുണ്ട്. സ്പെയിനിലെ പാരമ്പര്യ കഴുത ഇനമായിട്ടുള്ള ആൻഡലൂസിയൻ ഡോങ്കി ഒരു കാലത്ത് വംശനാശത്തിന്റെ വക്കീലായിരുന്നു. ട്രാക്ടറുകളും യന്ത്രങ്ങളും വന്നതോടെ കർഷകർ കഴുതകളെ ഉപേക്ഷിച്ചു. അങ്ങനെ പട്ടിണിയിലായ ഇവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. എന്നാൽ ഈ ഒരു ഫയർ ഫൈറ്റിംഗ് പ്രൊജക്ട് വന്നതോടെ ഈ കഴുതകൾക്ക് പുതിയൊരു ജോലിയും സംരക്ഷണവും ലഭിച്ചിരിക്കുകയാണ്. പ്രാദേശിക കർഷകർക്ക് ഇവയെ പരിപാലിക്കുന്നതിലൂടെ വരുമാനം ലഭിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവിവർഗം വൻതോതിൽ സംരക്ഷിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വനം സംരക്ഷണം പ്ലസ് ജീവിവർഗ സംരക്ഷണം, ഒരു വെടിക്ക് 2 പക്ഷി. സ്പെയിനിലെ ഈ വിജയകരമായ മാതൃക ഇപ്പോൾ ലോകത്തെ മറ്റു രാജ്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലിഫോർണിയ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ തുടങ്ങിയ കാട്ടുതീ ഭീഷണി നേരിടുന്ന ഇടങ്ങളിൽ ഇക്കോ ഫ്രണ്ട്ലി ഫയർ പ്രിവെൻഷൻ രീതികൾ പരീക്ഷിക്കാൻ ആലോചിക്കുന്നുണ്ട്. വലിയ സാങ്കേതിക വിദ്യകൾ പരാജയപ്പെടുന്നിടത്ത് പ്രകൃതിയുടെ തന്നെ നാച്ചുറൽ ബാലൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. മനുഷ്യർ നിർമ്മിച്ച ഹൈടെക് മെഷീനുകളെക്കാൾ കാര്യക്ഷമമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതിയിലെ ജീവികൾക്ക് സാധിക്കുമെന്ന് കഴുതകൾ തെളിയിച്ചിരിക്കുകയാണ്. ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഓടുമ്പോൾ ഡ്രോണുകളും റോബോട്ടുകളും വാഴുന്ന ഈ ഒരു ലോകത്ത് സ്പെയിൻ തിരിഞ്ഞു നോക്കിയത് സ്വന്തം ഗ്രാമീണ പാരമ്പര്യത്തെയാണ്. ചിലപ്പോൾ ഏറ്റവും വലിയ ഇന്നോവേഷൻ പുതിയ ടെക്നോളജി അല്ല, മറന്നുപോയ ഒരു പഴയ ആശയത്തെ വീണ്ടും ജീവിപ്പിക്കുന്നതിലായിരിക്കും. ഇന്ന് ആ ജോലി ചെയ്യുന്നത് ഒരു ഡ്രോൺ അല്ല, ഒരു കഴുതയാണ്. കാട്ടുതീക്കെതിരായ ഈ വ്യത്യസ്ത പോരാട്ടം വിജയിക്കുമോ എന്ന് സമയം പറയും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രകൃതിയെ സംരക്ഷിക്കാൻ ചിലപ്പോൾ പ്രകൃതിയുടെ തന്നെ സഹായമാണ് ഏറ്റവും ശക്തമായ ആയുധം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.